ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള വാട്ടർമെലോൺ സോർബേ ഉണ്ടാക്കാം. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. കാരണം നല്ല ഹെൽത്തിയുമാണ്, എന്നാൽ നല്ല ഐസ്ക്രീം പോലെ തണുത്ത് നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഈ വാട്ടർമെലോൺ സോർബേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വത്തക്ക, അതായത് തണ്ണിമത്തൻ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സീഡ്സ് എല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. സീഡ്സ് എല്ലാം കളയാം. ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് നിരത്തി കൊടുക്കാം. ഒരു ട്രേയിലോ പ്ലേറ്റിലോ നിരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് 8 മുതൽ 10 വരെ മണിക്കൂർ നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഐസായിട്ട് വരണം. ഒരു 10 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫ്രീസായി മാറിയിട്ടുണ്ട്, നല്ല ഐസായി മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം പകുതി അരക്കാം, മുഴുവനും ഒരുമിച്ച് കൊള്ളില്ല. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. തേനിന് പകരം മിൽക്ക് മെയ്ഡ്, അതായത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ തേൻ ചേർക്കുക, അതല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള തണ്ണിമത്തൻ കൂടി നമുക്കിതുപോലെ അരച്ചെടുക്കാം. ചെറുനാരങ്ങ നീരും തേനും ഒക്കെ ചേർത്ത് കൊടുക്കുക, നേരത്തെ ചെയ്തതുപോലെ തന്നെ. ഇതും ഇവിടെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം പുറത്തേക്ക് എടുക്കാം. ഞാനിത് ഫ്രീസറിലേക്ക് വീണ്ടും മാറ്റാണ്. 2 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്ടർമെലോൺ സോർബേ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു ഐസ്ക്രീം സ്കൂപ്പർ തന്നെ ഉപയോഗിച്ചിട്ട് മാറ്റുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കോരിയെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വാട്ടർമെലോൺ സോർബേ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. നമുക്ക് ചൂടുകാലത്ത് നല്ല തണുപ്പോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് പോലെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വേനൽക്കാലത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്